രാജ്യത്ത് അരാജകത്വം ലക്ഷ്യമിട്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ കലാപ നീക്കത്തിൽ പ്രതിഷേധിച്ച് കെപിസിസി ഓഫീസിലേക്ക് ബിജെപി മാർച്ച് സംഘടിപ്പിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ മാനവീയം വീഥിയിൽ നിന്ന് മാർച്ച് ആരംഭിക്കും. ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, കഴക്കൂട്ടം എംഎൽഎ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ മാർച്ചിൽ പങ്കെടുക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി എം എസ് വീണ തലസ്ഥാനത്ത് നിന്ന് ചേരുകയാണ്. വീണ, രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറുന്ന അക്രമം, അതിൽ CJPക്ക് കോൺഗ്രസ് നൽകുന്ന പിന്തുണ, ഇതിലെല്ലാം തന്നെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാനത്ത് മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, അല്പസമയങ്ങൾക്ക് തന്നെ BJPയുടെ മാർച്ച് ആരംഭിക്കും. മാനവീയം വീഥിയിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം മേയർ അടക്കമുള്ളവർ, മേയർ, ഡെപ്യൂട്ടി മേയർ, അതുപോലെ തന്നെ കഴക്കൂട്ടം MLA വി മുരളീധരൻ, BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, ഒപ്പം തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കളും നിരവധി കൗൺസിലർമാരും ഒട്ടനവധി പ്രവർത്തകരുമാണ് ഈ ഒരു മാർച്ചിൽ അണിനിരക്കുന്നതിനായി എത്തിയിരിക്കുന്നത്. അരാജകത്വം സൃഷ്ടിക്കുന്നതിനും കലാപ നീക്കവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കുടില രാഷ്ട്രീയം അതിന് വിലപ്പോകില്ല എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രവർത്തകർ അണിനിരന്നിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ മാനവീയം വീഥിയിൽ നിന്ന് KPCC ആസ്ഥാനത്തിലേക്ക്, കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലേക്കാണ് ഈ ഒരു മാർച്ച് നടക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. വനിതാ പ്രവർത്തകരടക്കം നിരവധി പേരാണ് ഈ ഒരു മാർച്ചിൽ അണിനിരക്കുന്നത്. തീർത്തും കോൺഗ്രസിന്റെ ഒരു അരാജകത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്ലക്കാർഡുകൾ ഉയർത്തി, ഒപ്പം തന്നെ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ഈ ഒരു പാറ്റ പാർട്ടിക്ക്, CJPക്ക് കുട പിടിക്കുന്ന തരത്തിലുള്ള സമീപനത്തിനെതിരെ തന്നെയാണ് ശക്തമായിട്ടുള്ള ഒരു വിമർശനം, ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ നിന്ന് മാർച്ച് ആരംഭിക്കുമെന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മാർച്ചിൽ BJPയുടെ പ്രവർത്തനങ്ങൾ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന നിരവധി പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. ശക്തമായിട്ടുള്ള അവരുടെ പ്രതിഷേധം, ഒപ്പം തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ ഒരു സമാധാന അന്തരീക്ഷം വരെ തകർക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് വച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല, അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് BJP KPCC ആസ്ഥാനത്തേക്ക് നടത്തുകയും ചെയ്യുന്നത്. അല്പസമയങ്ങൾക്കും തന്നെ മാനവീയം വീഥിയിൽ നിന്ന് KPCC ആസ്ഥാനത്തേക്കുള്ള മാർച്ച് ആരംഭിക്കുകയും ചെയ്യും. രാഖി, ശരി വീണ. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറുന്ന സംഘർഷ സംഭവങ്ങൾ തീർത്തും അപലപനീയമാണ്. ഈ വിഷയത്തിലാണ് BJP പ്രതിഷേധം ഘടിപ്പിക്കുന്നത്. KPCC ആസ്ഥാനത്തേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ മാർച്ച് ആരംഭിക്കും. വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് വളരെ വിശദമായി തന്നെ വരേണ്ടതുണ്ട്.